ലാലേട്ടൻ ഇപ്പോൾ വളരെ ടോപ്പിക്കലായിട്ടുള്ള ചോദ്യമാണ്. ഇപ്പോൾ ലാലേട്ടൻ എന്ന് വിളിക്കുന്നതാണോ ബാലേട്ടൻ എന്ന് വിളിക്കുന്നതാണോ ഈ ഒരു സീസണിൽ ലാലേട്ടന് കൂടുതൽ ഇഷ്ടം? പേര് തന്നെ വിളിക്കുന്നതല്ലേ. കാര്യം ലാലേട്ടൻ എന്നൊരു പിന്നെ ടേം ഉണ്ടായത് തന്നെ സർവകലാശാല എന്നൊരു സിനിമയിൽ ലാലേട്ടൻ എന്നാണ് എൻ്റെ പേര്. ലാലേട്ട എന്ന്. അപ്പോൾ ആ സിനിമ കഴിഞ്ഞപ്പോൾ തന്നെ ആൾക്കാർ അങ്ങനെ ലാലേട്ട എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഈ വരുന്ന കുറച്ചു കാലം ബാലേട്ട എന്ന് വിളിക്കാനുള്ള സാധ്യത കൂടുതലാണ് തോന്നുന്നു. ഒരു പേരിൽ എന്തിരിക്കുന്നു അല്ലേ. ഓക്കെ, ഇപ്പോൾ 25 വർഷങ്ങളായി 250ഓളം സിനിമകൾ ലാലേട്ടൻ്റെ പേരിൽ ഒരുപാട് സിനിമകളുണ്ട്, ഒരുപാട് ആളുകളുടെ കൂടെ കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്തിരിഞ്ഞ് നോക്കുന്ന സമയത്ത് ഇപ്പോൾ വളരെ പ്രിസൈസ്ലി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിൽ ഓർത്തു വയ്ക്കാൻ ആഗ്രഹിക്കുന്ന 3 ഇൻസിഡൻസ്, 3 എന്തെങ്കിലും സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ, മൈൽ സ്റ്റോൺസ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, എന്താണ്? അങ്ങനെ ഒരു 3 കാര്യങ്ങളായിട്ട് പറയാൻ പറ്റില്ല, വളരെയധികം കാര്യങ്ങളുണ്ട്. വെരി ഇമ്പോർട്ടൻറ്റ് അല്ല, ഇപ്പം നമ്മളുടെ ഒരു ബേസിക് പെട്ടെന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ ഫിലിം തന്നെ എന്ന് പറഞ്ഞാൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിന് മുമ്പ് ഞാൻ 1978 ഒരു സെപ്റ്റംബർ 4 എൻ്റെ ഫസ്റ്റ് ഷോട്ട് സിനിമയുടെ. അത് ഈ റോഡിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നിവിടെ നിന്ന് ഈ കാര്യങ്ങൾ പറയുമ്പോൾ പെട്ടെന്ന് ചിന്തിക്കാവുന്ന ഏറ്റവും വലിയ കാര്യം അതാണ്. ആ സിനിമ റിലീസായിട്ടില്ല, തിരനോട്ടം. പിന്നെ അതിപ്പം തീർച്ചയായിട്ടും മനസ്സിൽ ആലോചിക്കാവുന്നൊരു കാര്യമാണ് അവൻ്റെ ഫസ്റ്റ് ഷോട്ട്. അന്ന് സ്വന്തം അമ്മയുടെ കയ്യിൽ നിന്ന് തന്നെയാണ് ചായ വാങ്ങി കുടിച്ചെന്ന് ലാലേട്ടൻ്റെ ഒരു സുഹൃത്ത് ഇപ്പോൾ പറഞ്ഞായിരുന്നു, ഓർമ്മിക്കുന്നു. സ്വന്തം അമ്മ ഉണ്ടായിരുന്നു ഇവിടെ തന്നെ, എൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അവരെ ഈ വീടും അപ്പുറത്തെ വീടൊക്കെ ആയിട്ടാണ് ഷൂട്ട് ചെയ്തത്. പിന്നെ ഇപ്പം ചിന്തിക്കാവുന്നതാണെങ്കിൽ എല്ലാം രസകരമായ കാര്യങ്ങൾ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. നമ്മുടെ ആദ്യത്തെ പിന്നെ റിലീസ് സിനിമ എന്ന് പറയുന്ന മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ തീർച്ചയായിട്ടും ആലോചിക്കാവുന്ന സിനിമകളാണ്. പിന്നെ നമ്മുടെ അത് കഴിഞ്ഞിട്ടൊരു പിന്നെ എന്താ സ്റ്റേറ്റ് അവാർഡ്സ് നേടിയ കുറേ ഇൻസിഡൻസ് ഉണ്ട്. TP ബാലഗോപാലിനമ്മേ, പിന്നെ അത് കഴിഞ്ഞാൽ ഇപ്പോൾ കിരീടം. അപ്പോൾ നമ്മുടെ ഒരു ഗ്രോത്തിനനുസരിച്ചുള്ള ഒത്തിരി സിനിമകളാണ് അതൊക്കെ. ഇപ്പം ഭരതം, മണിച്ചിത്രത്താഴ്, കലാപ്പാനി, വാനപ്രസ്ഥം, കിലുക്കം. അപ്പോൾ അങ്ങനെ ഒരു മൈൽ സ്റ്റോൺ എന്ന് പറയാവുന്ന സിനിമകൾ നമുക്ക് ഓർത്തിരിക്കാനല്ല, അങ്ങനെ അതിനൊരു പ്രത്യേകിച്ച് അതിനെ മൈൽ സ്റ്റോൺ എന്നൊന്നും വിളിക്കാൻ പറ്റില്ല. അതിങ്ങനെ ഒരു ഒഴുക്കിൻ്റെ കൂടെ നമ്മളങ്ങനെ പോകുന്നതേ ഉള്ളൂ. അല്ല, വളരെ വിചിത്രമായ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പെട്ടെന്നൊരു ഒരു ചോദ്യത്തിന് മുമ്പിൽ ഇപ്പം നമ്മൾ പകച്ചു പോകും. കാര്യം അത് നമുക്ക് ഇറ്റ്സ് വെരി പേഴ്സണലായിട്ടുള്ള പല കാര്യങ്ങളുണ്ടാകാം. കൂടുതലും നമുക്ക് പേഴ്സണലായിട്ടുള്ള ഫീൽ. ഇപ്പം എനിക്ക് ഭയങ്കരമായ ഒരു ഇൻസിഡൻ്റാണ് എന്ന് തോന്നുന്ന കാര്യം നിങ്ങൾക്കൊരു പക്ഷേ അത്ര വലിയ ഇൻസിഡൻ്റ് ആവില്ല. ഇറ്റ്സ് ഓൾ പേഴ്സണൽ. ടു ഫിലോസഫിക്കൽ അല്ലേട്ടാ ചില സമയത്ത് തോന്നാറുണ്ട്. ചില കാര്യങ്ങളൊക്കെ പറയുന്ന നിൽക്കുന്ന സമയത്ത് ഭയങ്കര ഫിലോസഫിക്കലായി പോകുന്ന പോലെ എന്തെങ്കിലും ഈസ് ദർ എനി പർട്ടിക്കുലർ റീസൺ? ഇതാണ് ഒരു സത്യമായ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഈ യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു വരുമ്പോൾ ഒരുപാട് ഫിലോസഫി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഒരു പുസ്തകത്തിലോ. ഇപ്പം ഞാൻ എൻ്റെ ഫിലോസഫിയിൽ ജീവിക്കുന്ന ആളാണ്, നിങ്ങൾ നിങ്ങളുടെ ഫിലോസഫിയിൽ ജീവിക്കുന്ന ആളാണ്. അപ്പോൾ ഫിലോസഫി എന്നുള്ള ടേം അല്ല ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാട് ഇങ്ങനെയാണ്. ഞാനങ്ങനെ പിന്നെ വളരെ പുറകിലേക്ക് നോക്കുക, അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങനെ പിന്നെ നമുക്ക് പുറകിലേക്ക് നോക്കുകയും അതിനെക്കുറിച്ച് ഓർത്തിരിക്കാനായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ടാകുന്നത് വളരെയധികം കഷ്ടപ്പാടുകളോ അല്ലെങ്കിൽ പിന്നെ ഇതിൽ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തൊക്കെ വരുന്ന സമയത്താണ് പല കാര്യങ്ങൾ ആൾക്കാർ ഓർക്കുന്നത്. ഭാഗ്യവശാൽ എനിക്കങ്ങനെ ഒന്നും സംഭവിക്കാത്ത ആളാണ് ഞാൻ. ആദ്യത്തെ സിനിമ കഴിഞ്ഞു, അത് കഴിഞ്ഞതാണ് ഇപ്പം നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നത്. അപ്പം നമ്മളെ ഒരു പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ആ സിനിമ പിന്നെ കൊണ്ടുപോയിരിക്കുന്ന സിനിമയിലുള്ള ആൾക്കാരും നമ്മുടെ സുഹൃത്തുക്കളുമൊക്കെ. അപ്പോൾ വളരെയധികം ഇങ്ങനെ തങ്ങി നിൽക്കുന്ന ഒത്തിരി ഓർമ്മകളുണ്ട്. അത് പിന്നെ അതൊക്കെ വളരെ രസകരമായ അനുഭവങ്ങളാണ്. നമുക്ക് ചിലപ്പോൾ ഈ മൈൽ സ്റ്റോൺ എന്നൊക്കെ പറയാവുന്ന, നമ്മൾ ഇത്രയും ഭയങ്കര കഷ്ടപ്പെട്ട് ഞാനൊരു സിനിമ അഭിനയിച്ചു, അത് ഭയങ്കര സക്സസ് ആയി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് എന്ന് പെട്ടെന്ന് പറയാവുന്ന 2-3 ഇൻസിഡൻറ്റ് എനിക്ക് പറയാൻ പറ്റില്ല. എനിക്കെല്ലാം നല്ല രസകരമായ ഇൻസിഡൻസ് തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ ഓണക്കാലമാണല്ലോ, കൂടുതലും പല ഓണങ്ങളും ലൊക്കേഷനുകളിൽ സ്ട്രക്ക് ആവാറുണ്ട്. ഞാൻ ഓണത്തിന് സാധാരണ വീടെത്താറുണ്ട്. ഞാൻ എൻ്റെ അമ്മയുടെ ഇവിടെ വരാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ മദ്രാസിൽ പോകാറുണ്ട്. എങ്ങനെയെങ്കിലും ഞാൻ എത്തും. അപൂർവമായിട്ട് എനിക്ക് ഓർമ്മയില്ല, ഞാൻ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും എത്താറുണ്ട്. അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരു ദിവസം അമ്മയുടെ അച്ഛൻ എല്ലാ ദിവസവും ഊണ് കഴിക്കുന്ന പോലെ തന്നെയാണ് ഓണത്തിനും. എന്നാലും ആ ഓണം എന്ന് പറയുന്ന ആ സമയത്ത് എത്തുക എന്ന് പറയുന്ന ഒരു ഹാബിറ്റോ ഒരു കസ്റ്റമൊക്കെ ആയിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം പലർക്കും ഓണത്തിന് നമുക്ക് വീട്ടിൽ പോകണമെന്ന് നമ്മളെല്ലാ സമയത്തും വരാറുണ്ട്. പക്ഷേ ഓണത്തിന് ആ പർട്ടിക്കുലർ ഡേയുടെ എന്താ പറയണ്ടേ, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട്
എങ്ങനെയെങ്കിലും എത്താൻ ശ്രമിക്കാറുണ്ട്. എങ്കിലും എന്തെങ്കിലും ഓണസ്മൃതികൾ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പർട്ടിക്കുലർലി റീകളക്ട് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ ലാലേട്ടൻ ഇപ്പോൾ? ഇപ്പം എൻ്റെ ഫസ്റ്റ് ഫിലിം ഈ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന് പറയുന്ന ആ സിനിമയുടെ ഒരു ഓണക്കാലം എനിക്കൊരു ആക്സിഡൻറ്റ്, അവരുടെ വണ്ടിയിൽ തന്നെ ഞാനൊരു മോട്ടോർ സൈക്കിൾ കൊണ്ടിടിച്ചിട്ട് എൻ്റെ കാലക്കൂടി ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു. അതാണ് പെട്ടെന്ന് ഓർക്കാൻ. അല്ലാതെയുള്ള ഓണങ്ങളൊക്കെ ഞാൻ എത്തിയിട്ടുണ്ട്. ആ ഓണത്തിന് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിപ്പോയി. ബാക്കി എല്ലാവരും ഒരു ഓണം സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പാരീസ് എന്ന് പറയുന്ന മദ്രാസിലെ ഒരു ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർക്കുകയാണെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളെ ഞങ്ങൾ ഊണ് കഴിച്ചിട്ട് ഭക്ഷണം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് തിരിച്ചവർ കൊണ്ടുവന്നില്ല. അവരൊരു ബ്രെഡോ ഒരു ബണ്ണോ ഒക്കെ കൊണ്ടുവന്നു. അപ്പോൾ പെട്ടെന്ന് എല്ലാ ദിവസവും ബണ്ണ് കഴിച്ചാലും ബ്രെഡ് കഴിച്ചാലും കുഴപ്പമില്ല, പക്ഷെ അന്ന് ഓണമാണല്ലോ, ഞാനിങ്ങനെ ഇത് കഴിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ആലോചിച്ചു എന്ന് പറയാം. അല്ലാതെ ബാക്കിയുള്ള ഓണങ്ങളൊക്കെ എനിക്ക് തോന്നുന്നത് ഇപ്പം ഞാൻ പണ്ടും നമ്മുടെ ഈ സ്കൂളിൻ്റെ സിസ്റ്റം കാര്യങ്ങളൊക്കെ വെച്ചിട്ട്, ഞാൻ പത്തനംതിട്ടയാണ് എൻ്റെ വീട്, എലന്തൂരാണ് എൻ്റെ ഫാദറിൻ്റെ വീട്. അപ്പോൾ അങ്ങനെ അങ്ങോട്ടൊക്കെ വളരെ ഈ ഓണത്തിന് പോകുക എന്നൊന്നുമില്ല, അല്ലാതെ വെക്കേഷനോ സമയങ്ങൾക്കൊക്കെ പോകും. ഓണമൊക്കെ ഇവിടെ തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു പെട്ടെന്ന് നാട്ടിൽ പോയി ഞങ്ങളിങ്ങനെ ഊഞ്ഞാൽ കെട്ടി ആടി എന്നൊക്കെ പറയാനുള്ള ഒരു നൊസ്റ്റായാൽ അങ്ങനത്തെ ഒത്തിരി ഇൻസിഡൻസ് ഒന്നും എനിക്കില്ല. നമ്മൾ വെക്കേഷൻ സമയത്ത് പോകുന്ന, അപ്പോൾ എപ്പോഴും ഒരു ഓണം പോലെ തന്നെയാണ് നാട്ടിലൊക്കെ പോകുന്ന സമയത്ത്. ഇപ്പോൾ എല്ലാ ഓണത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ ഓണക്കാലത്ത് ലാലേട്ടൻ്റെ സിനിമ വരുന്നതാണ് ബാലേട്ടൻ. എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ്. അപ്പോൾ മറ്റ് വർഷങ്ങളിലൊക്കെ അപേക്ഷിച്ച് ഇപ്പോൾ തുടരെ ചില ചിത്രങ്ങളിലുണ്ടായിരുന്ന ലാലേട്ടൻ്റെ ചിത്രങ്ങൾക്കുണ്ടായിട്ടുള്ള പരാജയം കാരണം ഇത്തവണത്തെ ഈ ഓണം അത്ര മധുരതരമല്ല എന്നൊരു തോന്നലുണ്ടായിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല. സിനിമയുടെ ഒരു ഫേറ്റ് എന്ന് പറയുന്ന സിനിമകൾ ഓടാം, ഓടാതിരിക്കാം. അതൊരു ഓണക്കാലത്ത് തന്നെ ഓടണമെന്നൊന്നുമില്ല. ഓണക്കാലത്ത് ആ സിനിമ മോശമാകാം. ഓണത്തിന് ഉണ്ടാകുന്നൊരു പടം ഇത്ര നാൾ ഓടണം എന്നൊന്നും ഞാൻ ഇന്നൊരു ആഗ്രഹിച്ചിട്ടില്ല. ഓരോ സിനിമയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ജാതകം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഞാൻ 254-ാമത്തെ ചിത്രമാണ് ബാലേട്ടൻ. ഈ കഴിഞ്ഞ 253 ചിത്രങ്ങളിലും ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ആ സിനിമയുടെ ഒരു ഫേറ്റിൽ നിന്ന് നമ്മളല്ലോ ഡിസൈഡ് ചെയ്യുന്നത്. നമ്മൾ ഒരു സിനിമ പോലും ഇത് ഏറ്റവും മോശമായ ഒരു സിനിമയാകട്ടെ എന്ന് പറഞ്ഞാൽ ആരും ഷൂട്ട് ചെയ്യാറില്ല. ആ സിനിമ തുടങ്ങുകയും അതിന് പല കാര്യങ്ങളുണ്ടാവും ആ സിനിമയുടെ ഒരു ഫെയിലിയറിന്. സിനിമ എന്ന് പറയുന്നത് ഒരാൾ മാത്രം വിചാരിച്ചാൽ നന്നാകുന്ന കാര്യമല്ല. ഇപ്പോൾ ഒരു ആക്ടറെ സംബന്ധിച്ചോളം എൻ്റെ ഒരു സിനിമ നന്നാകണമെങ്കിൽ എൻ്റെ കഥാപാത്രം നന്നായിരിക്കണം, പിന്നെ അതിൻ്റെ കഥ നന്നായിരിക്കണം, കൂടെ അഭിനയിക്കുന്നവർ നന്നായിരിക്കണം, എൻ്റെ ക്യാമറ നന്നായിരിക്കണം, മ്യൂസിക് നന്നായിരിക്കണം, റീറെക്കോർഡിങ് നന്നായിരിക്കണം. പലതും നമ്മൾ നേരിട്ട് അനുഭവിക്കുകയും പലതും അറിയാതെ അനുഭവിക്കുകയും ചെയ്യുന്നതാണ് സിനിമ. പിന്നെ ആ സിനിമ വളരെ സക്സസ്ഫുള്ളായിട്ട് ഓടണം, അത് ആൾക്കാർക്ക് ഇഷ്ടമാവണം. അപ്പോൾ ഒരു വളരെ സ്ട്രേഞ്ച് കോമ്പിനേഷനിലൂടെയാണ് ഒരു സിനിമ സക്സസ് ആകുന്നത്. അതിപ്പോൾ നമ്മുടെ കയ്യിൽ മാത്രമല്ല. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ ഓണത്തിന് വരുന്ന ബാലേട്ടൻ ഭയങ്കരമായിട്ട് ഓടണമെന്നോ അല്ലെങ്കിൽ ഇത് മോശമായി പോകണമെന്നൊന്നും ഞാൻ ചിന്തിക്കാറില്ല. നമ്മൾ ആ സിനിമ വന്നു, നമ്മൾ ചെയ്തു. അതിപ്പോൾ ഓടണം എന്നൊക്കെ ഉള്ളത് നമ്മുടെ കയ്യിലല്ല ഡിസിഷൻ. അല്ല, കുറേ കാലങ്ങൾക്ക് ശേഷമാണല്ലോ ഇപ്പോൾ ലാളിത്യമാർന്ന ഒരു കഥാപാത്രം എന്നൊക്കെയാണ് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് ബാലേട്ടൻ എന്ന് പറയുന്നത്. ബാലേട്ടൻ എന്ന് പറയുന്ന സിനിമയുടെ കഥ അങ്ങനെയാണ്. അയാളൊരു ബാങ്കിലൊരു ഓഫീസറാണ്. അയാൾ വളരെ ഫാമിലി മാനാണ്. അയാൾക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്. പിന്നെ വളരെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് അയാൾ വലിയൊരു രഹസ്യം അറിയുന്നത് അയാളുടെ ഫാമിലിയെക്കുറിച്ച്. അപ്പോൾ അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അയാൾ അവസാനം വരുന്നിക്കുകയും ആ കുടുംബാംഗങ്ങൾ മുഴുവൻ അയാളെ തെറ്റിദ്ധരിക്കുകയും പിന്നെ സിനിമയ്ക്ക് ഒരു ക്ലൈമാക്സ് ഉള്ളു, എല്ലാം ശരിയാകുന്നത്. എല്ലാ സിനിമയുടെ ഫോർമാറ്റ് അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ബാലേട്ടനും. അപ്പോൾ കഴിഞ്ഞ കാല സിനിമകൾ മോശമായി അതുകൊണ്ട് ഈ സിനിമ നന്നാകണമെന്നോ അല്ലെങ്കിൽ കഴിഞ്ഞ കാല സിനിമകൾ അപേക്ഷിച്ച് ഈ സിനിമ കൂടുതൽ ഓടണമെന്നോ അല്ലെങ്കിൽ ചീത്തയാകണമെന്നോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിന് അതിൻ്റേതായിട്ടുള്ളൊരു ജാതകമുണ്ട്, അതുപോലെ സംഭവിക്കട്ടെ എന്നേ പറയാൻ പറ്റും. അപ്പോൾ ഈ കാലത്തിൻ്റെതായ മാറ്റം എന്ന് പറഞ്ഞിട്ടുള്ള ചില സംഭവങ്ങളുണ്ട്. അപ്പോൾ ലാലേട്ടനും മമ്മൂക്കയൊക്കെ വളരെ ദീർഘകാലം സിനിമയിൽ അജയ്യരായിട്ട് നിന്നിരിക്കുകയാണ്. ഇപ്പോൾ വളരെ യങ്സ്റ്റേഴ്സ് വന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇത് ആ ഒരു ട്രെൻഡ് കംപ്ലീറ്റ്ലി മാറുകയാണ് എന്ന് ലാലേട്ടന് തോന്നിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു മാറ്റമാണെന്ന് പറഞ്ഞിട്ട് കുറച്ചൊന്ന് പിൻവാങ്ങി നിൽക്കാനോ അങ്ങനെയുള്ള? ഇപ്പോൾ ആദ്യമായിട്ട് സംഭവിക്കുന്നതല്ലല്ലോ. ലോക സിനിമയിലോ എല്ലാത്തിലും അല്ലെങ്കിൽ ഗെയിംസിലോ എല്ലാത്തിലും ഒരു ഘട്ടം കഴിയുമ്പോൾ പുതിയ ആൾക്കാർ വരും, അവർ പുതിയ അത്ഭുതങ്ങൾ കാണിക്കും, അവർ പഴയ ആൾക്കാർ മാറും. ഇറ്റ്സ് എ സൈക്കിൾ. അത് സംഭവിക്കുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് മനഃപൂർവ്വം ഫോഴ്സ്ഡായിട്ട് ഓക്കെ എന്നാൽ എല്ലാവരും വരട്ടെ ഞാൻ മാറി നിൽക്കാമെന്നോ അല്ലെങ്കിൽ എല്ലാവരും വരുമ്പോൾ നമുക്ക് ഇവരെക്കാട്ടിലും വലിയ അത്ഭുതം കാണിക്കാമെന്നൊന്നും അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സിനിമയിൽ ചെയ്യാം. എത്ര നാൾ സിനിമയിൽ അഭിനയിക്കണമെന്നൊന്നും നമ്മൾ തീരുമാനിച്ചിട്ടില്ല.
സിനിമയ്ക്ക് നമ്മളെ വേണ്ടെന്നോ അല്ലെങ്കിൽ നമുക്ക് സിനിമയെ വേണ്ടെന്നോ അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് നമ്മളെ മടുത്തു എന്നൊക്കെ തോന്നുന്ന സമയത്ത് ചിന്തിക്കാവുന്നൊരു കാര്യമുള്ളൂ. അല്ലാതെ പുതിയ ആൾക്കാർ വരുന്നതുകൊണ്ട് അവർ ഭയങ്കര കെയർഫുള്ളായിട്ട് കുറച്ച് കൂടുതൽ ചെയ്യണമെന്നൊന്നും ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്യുന്ന ഒരാളല്ല. ആദ്യത്തെ സിനിമ മുതൽ ഞാനൊരു ഡിസിപ്ലിൻഡ് ആളല്ലായിരുന്നു. ഇപ്പോഴും അപ്പോൾ ആ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു ആക്ടർക്ക് വേണ്ട ഒരു കാര്യങ്ങൾ നമ്മൾ നേരത്തെ കഥകൾ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെ അതൊരു മുൻവിധികളൊന്നും ഇല്ലാതെ തന്നെയാണ് ഞാൻ കഴിഞ്ഞ 25 വർഷമായിട്ട് അല്ലെങ്കിൽ ജനിച്ചത് മുതലേ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇനി അതെനിക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിനിമകൾ അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകൾ ഉണ്ടാകട്ടെ. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അങ്ങനെയല്ലേ ഉണ്ടായത്. ഏത് ആക്ടറെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിലും അവർക്ക് കിട്ടുന്ന കഥാപാത്രങ്ങൾ ഏറ്റവും നന്നായിരിക്കണം, അവരുടെ കൂടെയുള്ള കൊളീഗ്സ് നന്നാവണം, എന്നാൽ മാത്രമല്ലേ സിനിമ നന്നാവുള്ളൂ. അല്ലാതെ ഒരാൾ മാത്രം ആക്ട് ചെയ്തിട്ട് കാര്യമില്ല. എനിക്ക് ആ ഒരു ഭാഗ്യമുള്ള ഒരാളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഭാഗ്യത്തിലൂടെയാണ് ഞാൻ ഈ കഴിഞ്ഞ 25 വർഷങ്ങൾ സഞ്ചരിച്ചത്. ഇനി ആ ഭാഗ്യം ഉണ്ടാകട്ടെ. അങ്ങനെ ഭാഗ്യം ഇല്ലെങ്കിൽ അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം. ഇപ്പോൾ നേരത്തെ ലാലേട്ടൻ ചെയ്ത വളരെ ലാളിത്യമാർന്ന കഥാപാത്രങ്ങൾ ദ മാൻ നെക്സ്റ്റ് ഡോർ എന്ന് പറയുന്ന സമയത്ത് ഓരോ മലയാളികളുടെയും മനസ്സിലുണ്ടായിരുന്നത് ലാലേട്ടനാണ്. ലാലേട്ടൻ്റെ ചമ്മലും ലാലേട്ടൻ്റെ ചിരിയും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആ സിനിമയുടെ ഒരു സ്ട്രീം മാറി. ഇപ്പോഴത്തെ മാൻ നെക്സ്റ്റ് ഡോർ എന്നുള്ളൊരു ഇമേജ് മാറിയിരിക്കുകയാണ്. അത് ആ ഒരു മാറ്റം ഉണ്ടല്ലോ. അപ്പോൾ ലാലേട്ടൻ ചെയ്തത് വളരെ ട്രൂ ടു ലൈഫായിരുന്നു. ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറിയിട്ടാണ് ഒരു സംഭവം വരുന്നത്. ഇപ്പോഴത്തെ ഈ സിനിമയുടെ ഈ പോക്കിനെ കുറിച്ച് ഇപ്പോൾ അഡീഷണലായി നിൽക്കുന്ന ചില കോമഡികൾ, അതായത് ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ചില കോമഡികൾ, അതിനെക്കുറിച്ച് എന്താണ് ലാലേട്ടൻ പറയാനുള്ളത്? ഇപ്പോൾ വരുന്ന കൂടുതൽ വലിയ കോമഡി ഷോകളൊക്കെ ചെയ്യുന്ന ആളല്ലേ, അറിയാവുന്ന കാര്യങ്ങളല്ലേ. അല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ സഞ്ചരിച്ചുകൊണ്ടിരുന്നോ അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമൊന്നുമില്ലല്ലോ. ഇപ്പോൾ 2 ജനറേഷൻ കഴിഞ്ഞിരിക്കുന്നു. 25 വർഷം എന്ന് പറയുമ്പോൾ 2 എണ്ണം കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് അങ്ങനത്തെ കഥകളൊക്കെ അന്ന് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും വളരെ ഇപ്പോൾ ബാലേട്ടൻ എന്ന് പറയുന്ന സിനിമയിൽ തന്നെ നമ്മൾ ഹ്യൂമർ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തൊരു സിനിമയാണ്. പക്ഷെ അതൊക്കെ വളരെ ഒരു സെറ്റിലായിട്ടുള്ള ഹ്യൂമറാണ്. ഹ്യൂമറിന് വേണ്ടി ഭയങ്കര ഫോഴ്സ്ഡായിട്ട് അല്ലെങ്കിൽ ആ സിനിമ അങ്ങനെ തന്നെ ആയിരിക്കണം. ഭയങ്കര ഹൈ സ്ലാപ്സ്റ്റിക് സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ആ കാലത്ത്. അതെ, ഇപ്പം എനിക്ക് പറ്റിയിരിക്കുന്നത് നമ്മളൊരു സെറ്റയർ ആയിരിക്കും ചെയ്തിരിക്കുന്നത്. സോഷ്യൽ സെറ്റയറാണ് പല സിനിമകൾ ചെയ്തിരിക്കുന്നത്. ഒരാൾക്കുള്ള പ്രോബ്ലം, അയാളുടെ ഒരു ആഗണി നമ്മൾ ഹ്യൂമറിലൂടെയാണ്. ഇപ്പം വരവേൽപ്പോ അല്ലെങ്കിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം അല്ലെങ്കിൽ ടി പി ബാലഗോപാലനമ്മായി എന്ന് പറയുന്ന ഒരു കോമൺ മാൻ്റെ പ്രോബ്ലം അയാളുടെ ഒത്തിരി നിർദോഷമായ ഫലിതങ്ങളിലൂടെ അവതരിപ്പിച്ചപ്പോഴാണ് നമുക്ക് അല്ലെങ്കിൽ ഓഡിയൻസിന് ഇതെൻ്റെ കഥയാണല്ലോ എന്ന് തോന്നാൻ ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ അത്തരത്തിലുള്ള സിനിമകൾ ഉണ്ടാകാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ നമ്മുടെ സൊസൈറ്റിയിലുള്ള ഒരു ചേഞ്ചസ് അതൊക്കെ നമ്മുടെ സിനിമയിലൊക്കെ റിഫ്ലക്റ്റ് ചെയ്യും. ഈ പ്രണയനായകനാവുന്ന കാലം കഴിഞ്ഞു എന്നൊരു തോന്നലുണ്ടല്ലോ ലാലേട്ടൻ. ഇനി അത്തരം ചിത്രങ്ങൾ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കും കൂടുതലും. നേരത്തെ നമ്മുടെ പ്രായത്തിലുള്ള പ്രണയങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവില്ലേ. ഈ പ്രായത്തിലാണ് സാധാരണ നിങ്ങൾ ചെറിയ പിള്ളേരെക്കാട്ടിലും കൂടുതൽ പ്രണയം തോന്നുന്ന സമയമാണ് ഇപ്പോൾ. മുമ്പൊരു ഇന്റർവ്യൂവിൽ ലാലേട്ടൻ തന്നെ പറഞ്ഞിരുന്നു, എന്താണ് പ്രണയത്തെക്കുറിച്ചുള്ള അഭിപ്രായം, എന്തെങ്കിലും പ്രണയത്തിന്റെ പേരിൽ പിന്നീട് ദുഃഖിക്കേണ്ടി വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, രാധ ഇല്ലെങ്കിൽ അവളുടെ അനിയത്തി എന്ന്. അത് അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണോ ലാലേട്ടനെ കൂടുതൽ കുറച്ചുകൂടെ അതിനെ? അല്ല, പ്രണയം നമ്മുടെ പ്രായത്തിൽ ഇപ്പോൾ ഈ ഇംഗ്ലീഷ് ഫിലിംസോ അല്ലെങ്കിൽ പല വെളിയിലുള്ള ഫോറിൻ ഫിലിംസിലൊക്കെ അവരുടെ പ്രണയം എത്ര മനോഹരമാണ്. നമുക്ക് ഈ ഒരു കോളേജ് ക്യാമ്പസിലുള്ള പ്രണയം തന്നെ വേണമെന്നില്ല. അല്ലാതെ വളരെ വയസ്സായ ആൾക്കാരുടെ പ്രണയം എടുക്കാം. പ്രണയം എന്ന് പറയുന്നത് ഒരു എപ്പോഴുമുള്ള ഒരു വ്യാപിയാണത്. അതിപ്പോൾ ഏത് പ്രായത്തിലും പ്രണയമാകാം. എത്രയോ മനോഹരമായ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പ്രണയത്തിന് ഇന്ന പ്രായത്തിലെ പ്രണയിക്കാവുന്നൊന്നുമില്ല. അല്ല, എപ്പോഴും വേണമെങ്കിലും പ്രണയിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള നായകൻ എന്ന് പറയുന്ന അതിലെ ആ പ്രണയം എന്ന് പറയുന്ന കാര്യം സൂക്ഷിക്കുന്ന ആൾ, അയാളാകാൻ ഏത് പ്രായത്തിലും നമുക്ക് സാധിക്കും. അതിന് അനുയോജ്യമായ കഥാപാത്രങ്ങൾ വന്നാൽ തീർച്ചയായിട്ടും ചെയ്യാൻ. എന്താ കുഴപ്പം? പ്രണയമില്ലെങ്കിൽ സിനിമ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇപ്പോൾ 25 വർഷങ്ങൾ കഴിഞ്ഞിരിക്കും. ഇപ്പോൾ അതിൻ്റെ ആഘോഷങ്ങളൊക്കെ നടക്കുകയാണ്. ഇപ്പോൾ തിരനോട്ടം എന്ന് പറഞ്ഞിട്ട് അതിൽ എന്തൊക്കെയാണ് കൂടുതൽ? എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പറയാറില്ല. കാര്യം നമ്മുടെ സുഹൃത്തുക്കളെല്ലാം കൂടെ ചേർന്ന് തുടങ്ങിയ ഒരു കാര്യമാണ്. അത് ഓരോ ദിവസം കഴിയുമ്പോഴും അത് വലുതായി വരുന്നു എന്നാണ് ഞാൻ അവരിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. അവരെന്താണ് ചെയ്യാൻ പോകണമെന്നുള്ള ഒരു കാര്യം എനിക്കറിയില്ല. മേ ബി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അവരെന്നെ ഒന്ന് പറയുമായിരിക്കും എന്താ ചെയ്യാൻ പോകണമെന്നുള്ളത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ കൂടെ വർക്ക് ചെയ്ത അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡ്യൂസേഴ്സിനെയൊക്കെ ഇതുവരെ വർക്ക് ചെയ്ത പ്രൊഡ്യൂസേഴ്സിനൊക്കെ അവർ ലെറ്റർ അയച്ചെന്ന് തോന്നുന്നു. അവരൊക്കെ വരുമായിരിക്കാം. നമ്മുടെ കൊളീഗ്സൊക്കെ വരും. അവർ പുറത്തുനിന്നുള്ള ആക്ടേഴ്സിനെ ഒക്കെ വിളിച്ചിട്ടുണ്ട്.
അമിതാഭ് ബച്ചൻ എല്ലാവരും അവരൊന്നും വരുന്നൊന്നും എനിക്കറിയില്ല. എല്ലാവർക്കും ലെറ്റർ അയച്ചിട്ടുണ്ടാവും. നമ്മൾ ജസ്റ്റ് ഒരു ഇൻഫർമേഷനാണ്. അവരെ എന്താണ്, ഇറ്റ് ഈസ് മോർ ദാൻ എ സെലിബ്രേഷൻ, ഇറ്റ് ഈസ് എ എന്താണ് അവർ നമ്മളോടുള്ള സ്നേഹപ്രകടനമായിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ പിന്നെ സിനിമയിലുള്ള ആൾക്കാരില്ല. അപ്പോൾ അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. എല്ലാവരും വളരെ ഈഗർലി വെയിറ്റ് ചെയ്യണം അങ്ങനെ ഒരു ഞാനും ഞങ്ങളെ പോലൊക്കെ തന്നെയാണ്. ഓക്കെ ലാലേട്ട, അപ്പോൾ ഒരുപക്ഷെ ലാലേട്ടൻ ഒഴിഞ്ഞു മാറരുത് ഈ ചോദ്യത്തിൽ നിന്ന്. ഇന്നത്തെ ഈ സിറ്റുവേഷനിൽ പുതിയ അഭിനേതാക്കൾ വന്നിട്ടുണ്ടല്ലോ, ഒരുപാട് പുതിയ യങ്സ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. ഞാൻ ഒഴിഞ്ഞു മാറില്ലേന്ന് അല്ല, ഒരുപക്ഷെ ലാലേട്ടൻ ചിലപ്പോൾ വളരെ തന്ത്രപൂർവ്വം ഒന്നും പറയാതെ ചിലപ്പോൾ പോവോ എന്ന് എനിക്കൊരു അല്ല, തന്ത്രപൂർവ്വം അല്ല. ഒരു ചോദ്യത്തിന് ഒരു ആൻസർ എനിക്കുള്ള ആൻസർ അല്ലേ പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി പറയണം. അല്ല, ഹൗ ഡു യു റേറ്റ് ദം? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഇപ്പോൾ ഒരു സിനിമ കൊണ്ട് ഒരാളെ ജഡ്ജ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ അല്ല, കറണ്ട് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഈ ബേസിക് ആക്ടേഴ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്, അവർക്ക് നല്ല റോളുകൾ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യം തന്നെയാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ആൾക്കാർക്ക് നെക്സ്റ്റ് ഡോറിലുള്ള എൻ്റെ ഒരാളാണ്, അല്ലെങ്കിൽ എൻ്റെ പ്രോബ്ലമാണ് ഇയാൾ, ഇത് എനിക്ക് സംഭവിക്കുന്നൊരു കാര്യമാണ്, അങ്ങനെയാണല്ലോ ഹീറോ വർഷിപ്പ് ഉണ്ടാകുന്നത്. എനിക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ നമുക്ക് പ്രതികരിക്കാവുന്ന പല സന്ദർഭങ്ങളിലും നമ്മൾ പ്രതികരിക്കാതെ നിൽക്കും. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സ്ക്രീനിലൂടെ ഒരാൾ പ്രതികരിച്ചിട്ട് അയാൾ സക്സസ്ഫുൾ ആകുമ്പോഴാണ് നമുക്ക് എനിക്ക് മനസ്സിൽ തോന്നിയൊരു കാര്യം ഇയാൾ ചെയ്തു, അങ്ങനെയാണ് ഒരു ഹീറോ വർഷിപ്പ് ഉണ്ടാകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ കിട്ടണം എല്ലാവർക്കും, എന്നാൽ മാത്രമേ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് അവർക്ക് കയറാൻ പറ്റുള്ളൂ, പിന്നെ അവരുടെ അഭിനയശേഷി പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇറ്റ് ഈസ് മോർ ദാൻ ദ ഫിലിംസ്. ഇപ്പോൾ സിനിമ അഭിനയിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ കുറേ അഭിനയിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രാക്ടീസായിട്ട് അതിൻ്റെ ഇതൊത്തിരി മെഷീൻസും എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു കാര്യമാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രാമർ നമുക്ക് മനസ്സിലാവും. പക്ഷേ കഥാപാത്രം കൂടെയുള്ള ആൾക്കാർ നന്നായില്ലെങ്കിൽ അതിൻ്റെ ഡയറക്ടർ നന്നാകണം, ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ, അവർക്ക് നല്ല കഥകൾ കിട്ടട്ടെ എന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓണത്തിന് ഞങ്ങളൊക്കെ കാത്തിരിക്കുകയാണ് ബാലേട്ടനിൽ ലാലേട്ടൻ്റെ വളരെ ബഹുമുഖങ്ങളായ കാര്യങ്ങളാണുള്ളത്. നല്ലൊരു ഗായകനായിട്ട് കൂടെ ബാലേട്ടനിലെ പാട്ടുകളൊക്കെ ഞങ്ങൾ കേട്ടു. അപ്പോൾ ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഓണമായിട്ട്, ലാലേട്ടൻ്റെ ഇൻ്റർവ്യൂവിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് വളരെ നല്ലൊരു ഗാനമുണ്ട് അതിൽ. ആ ഗാനത്തിലൊരു 4 വരികൾ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന്. നമ്മളൊരു പാട്ടുകാരനല്ല ഒന്നാമത്, അങ്ങനെ ഒരു പാട്ട് പാടാനുള്ള ആഗ്രഹം കൊണ്ടല്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഒരു പാട്ട് പാടൂ എന്ന് പറഞ്ഞിട്ട് പാടിപ്പോയതാണ്. അതൊരു കവാലി പോലത്തെ ഒരു പാട്ടാണ്. കറുകറക്കറുത്തൊരു പെണ്ണാണ്, കണ്ണാണ്, കരളാണ്, കാട്ടുപൂവിൻ കന്നിത്തേനാണ്, പാട്ടുപൂളും മൈന പെണ്ണാണ്. കറുകറക്കറുത്തൊരു പെണ്ണാണ്, കണ്ണാണ്, കരളാണ്, കാട്ടുപൂവിൻ കന്നിത്തേനാണ്. ഉറപ്പാണ് ലാലേട്ടൻ ഈ പാട്ട് പാടി കഴിഞ്ഞ ഉടനെ എന്തായാലും ഇതിന്റെ ഓഡിയോസ് ഒക്കെ കൂടുതൽ വിറ്റുപോകാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. എന്തായാലും വിലപ്പെട്ട സമയം കൈരളിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി തന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. എന്തായാലും ഈ ഒരു ഈവനിങ് ലാലേട്ടൻ്റെ കൂടെ താങ്ക് യു വെരി മച്ച്.